ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ, കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ സ്കിന്നിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഓയിലി സ്കിന്നിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ ഡ്രൈ സ്കിന്നിനെ പറ്റിയാണ് പറയുന്നത്. ഓരോ സ്കിന്നിനെ പറ്റിയും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഈ ഫുള്ളായിട്ടിരുന്ന് ഇത്രയും സ്കിന്നിനെ പറ്റി പറയുമ്പം ആർക്കും ഡൗട്ട് വേണ്ടല്ലോ, കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്നും വെച്ചിട്ടാണ് കേട്ടോ ഈ ഓരോ സ്കിന്നിനെ പറ്റി എടുത്തെടുത്ത് പറയുന്നത്. ഇന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നിനെ പറ്റിയാണ് കേട്ടോ. നല്ല ഫ്ലാക്കി ആയിട്ടും ടൈറ്റായിട്ടും റഫായിട്ടും ഒക്കെ ഇരിക്കുന്ന പോലെയാണ് നമുക്ക് ഈ ഡ്രൈ സ്കിന്നിനെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എത്ര മോയ്സ്ചറൈസർ ഇട്ടാലും ക്രീം ഇട്ടാലും നമ്മുടെ സ്കിന്നിന് വരണ്ടിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഈ സ്കിന്നാണെങ്കിൽ നമുക്ക് ഈ വരണ്ടിട്ട് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും കേട്ടോ. പ്രധാനമായിട്ടും ഇത് അനുഭവപ്പെടും നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ, കവിളിൽ, പിന്നെ നെറ്റിയുടെ മുകൾ ഭാഗം, ഈ ഭാഗത്തൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ചൊറിച്ചിലുകൾ അനുഭവപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ വെള്ളം കുടിക്കുക എന്നതാണ്. ഈ സ്കിന്നുകാർ ഒരുപാട് വെള്ളം കുടിക്കണം, അല്ലാത്ത സ്കിന്നുകാരും വെള്ളം കുടിക്കണം. എന്നാലും ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ വെള്ളം കുടിക്കുക. സ്കിന്നുകാർ നല്ല സോപ്പിൻ്റെ കണ്ടൻറ്റുകൾ അടങ്ങിയ പ്രോഡക്ട്സും നല്ല ഫോമിങ് ആയിട്ട്, അതായത് മണമുള്ള പ്രോഡക്റ്റുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. സ്കിന്നുകാർ നല്ല മൈൽഡായിട്ടുള്ള സോഫ്റ്റ് ഫ്രീ ആയിട്ടുള്ള ക്ലെൻസറുകളൊക്കെ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ ഈ ഡ്രൈ സ്കിന്നുകാർ. നമ്മൾ ക്ലെൻസറൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലെ നനവ് മാറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏത് ക്രീമുകൾ യൂസ് ചെയ്താലും നമ്മൾ ഡ്രൈ സ്കിന്നിൻ്റെ നോക്കി തന്നെ നമ്മൾ എടുക്കുക. അല്ലെങ്കിൽ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് കാണും അതിനകത്ത്, അത് നോക്കി മാത്രം നമ്മൾ ക്രീമുകളാണെങ്കിലും എന്തെന്നെ നമ്മൾ ഉപയോഗിച്ചാലും നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കി നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.